നമസ്കാരം, ആലുവയിൽ നിന്നാണ്. ഹിന്ദുക്കൾ കൊടുങ്ങല്ലൂർ കോഴിയെ ബലി കൊടുത്താൽ അത് നിയമവിരുദ്ധം. പക്ഷേ പെരുന്നാളിന് ചെറിയ മൃഗങ്ങൾ തുടങ്ങി വലിയ മൃഗങ്ങൾ വരെ കൊന്നുകൂട്ടിയ ഇറച്ചി വിതരണം ചെയ്താൽ അത് ദൈവീകം. ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അവോക്കൻ ഇന്ത്യ തലവൻ ശ്രീ തമ്പി നാഗാർജുന. നമുക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാം, എന്താണ് ഹിന്ദുക്കളുടെ ഇന്നത്തെ അവസ്ഥ എന്നൊന്ന് പറയാമോ? ഹിന്ദുക്കളെ എന്നും മറ്റുള്ളവർക്ക് ഒരരയാണ്. ഹിന്ദുവിൻ്റെ ക്ഷമ അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഭീരുത്വമായിട്ടാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 1957 വന്നിടം മുതൽ അവർ ഹിന്ദുക്കളെ നുണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവർ ബ്രാഹ്മണിക്കലെന്നും ഷെഡ്യൂൾഡ് കാസ്റ്റും എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിച്ച് പാവങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. അത് തന്നെയാണ് ഇന്നും തുടരുന്നത്. അതിന് ഉദാഹരണം, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ ഇവർ കടയ്ക്കൽ കത്തിവെക്കുകയാണ്. കൊടുങ്ങല്ലൂർ പൂരം ഉണ്ടായിരുന്നു. ആ പൂരം എന്ന് പറയുമ്പോൾ അതിന് വളരെയേറെ ശാസ്ത്രീയ മാനങ്ങളുള്ളതാണ്. അടിയാൻ കുടിയാൻ ബന്ധമുള്ള സമയത്ത് നമ്മുടെ സാധാരണ ഭക്തന്മാരുടെ അല്ലെങ്കിൽ സാധാരണ കർഷകൻ്റെ വിഷമങ്ങൾ വർഷത്തിലൊരിക്കൽ വന്ന് അവിടെ ആടിപ്പാടി തിമിർത്ത് അവർ റിലാക്സ് ചെയ്ത് പോയിരുന്നതാണ്. അതിനൊരു സൈക്കോസോമാറ്റിക് എഫക്റ്റ് ഉണ്ടായിരുന്നു. ഒരു വർഷത്തെ അവരുടെ പ്രാരാബ്ധം തീരും. അതിനെ 1968 മന്ത്രിസഭ വന്നിട്ട് പ്രിവെൻഷൻ അഗൻസ്റ്റ് ക്രൂയാലിറ്റി അഗൻസ്റ്റ് ആനിമൽസ് എന്നുള്ള രീതിയിൽ കൂടെ കോഴിയെ നിബന്ധനം ചെയ്യുന്നത് അവിടെ ഇല്ലായ്മ ചെയ്തു. പക്ഷേ അന്നും ഇന്നും അതിന് തൊട്ടടുത്ത് 10 കിലോമീറ്റർ പോണ്ട ഇടപ്പള്ളിയിൽ 10,000-കണക്കിന് കോഴിയെ ആ പള്ളിയുടെ മുമ്പിൽ വെച്ച് കൊന്ന് അവിടെ കറി വെച്ച് തിന്നിട്ട് പോകുന്നു. അതിനാർക്കും വിഷമമില്ല. അതുപോലെ തന്നെ ചെറിയ പെരുന്നാളെന്നും പറഞ്ഞുകൊണ്ട് ലോകം മൊത്തം പല ഉരുക്കളെയും, കോഴി മുതൽ താറാവ്, ആട്, പല മൃഗങ്ങളെയും കൊന്ന് ബലിയർപ്പിക്കുന്നു. അതും ഈ പറഞ്ഞ ക്രൂരതയല്ല. ഹിന്ദുക്കൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് ക്രൂരതയാവുന്നത്. ആ നിയമം ഇന്നും നിലനിൽക്കുകയാണ്, 1968 നിയമം. പക്ഷേ സാധാരണ ഹിന്ദുക്കൾക്കുള്ള കുഴപ്പം അത് കഴിഞ്ഞില്ലേ, അത് നിയമം ആയിക്കോട്ടെ എന്നുള്ള രീതി കൂടാണ്. അല്ല, ഇപ്പോഴും ബൂട്ടിട്ട പോലീസുകാർ വരുന്നു, ഈ അടിയാന്മാരെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. അടികരെ അവിടെ ചെല്ലുമ്പോൾ 500 രൂപ ഫൈൻ അടിച്ചിട്ട് തിരിച്ചിറങ്ങുന്നു. തീർച്ചയായിട്ടും നമ്മുടെ മൗലിക അവകാശങ്ങളെ തൊട്ട് കളിക്കുന്ന ഇത് മാറ്റണമെങ്കിൽ ഹിന്ദു നിയമത്തിനെ നിയമം കൊണ്ടും വാളിനെ വാളുകൊണ്ടും നേരിടേണ്ട അവസ്ഥയിലേക്ക് വരണം. ഇത് തന്നെയാണ് ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത്. ശബരിമലയുടെ കാര്യത്തിൽ നിങ്ങൾക്കറിയാമായിരിക്കും, ഞാൻ കേസ് കൊടുത്തിട്ടുള്ള കേസിൽ കക്ഷിയായിട്ട് 2005 മുതൽ നമുക്ക് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടി 94 ഏക്കർ സ്ഥലത്തിന് മറുവസ്തുവും കൊടുത്ത് കാശും കൊടുത്താണ്. നാളിതുവരെ 66 ഏക്കർ സ്ഥലം മാത്രമേ ഭഗവാനുള്ളൂ. ആ സ്ഥലം കൂടുതൽ കിട്ടിയാൽ മാത്രമേ അവിടുത്തെ ക്യാരിയിങ് കപ്പാസിറ്റി കൂടുകയുള്ളൂ. ക്യാരിയിങ് കപ്പാസിറ്റി കൂടിയാൽ മാത്രമേ അവിടെ കാര്യമായ ഡെവലപ്മെൻറ്റ്സ് നടക്കുകയുള്ളൂ. അതിന് പകരം അവരുടെ കൺട്രോൾ നിർത്താൻ വേണ്ടി ഇന്നും അവർ ഈ 61 ഏക്കർ വെച്ചുള്ള കളികളാണ് കളിക്കുന്നത്. ഒരു തടസ്സവുമില്ല, കോടതിക്ക് അത് അനുവദിക്കാവുന്നതാണ്. കോടതിയും സർക്കാരും എല്ലാം കൂടെയുള്ള ഒത്തുകളിയാണ് ഇത്. വനം വകുപ്പ് കേന്ദ്രമായാലും കേരളമായാലും അൾട്ടിമേറ്റ് ജനങ്ങളാണ് രാജാക്കന്മാർ. ജനങ്ങളുടെ വോട്ടിലാണിവർ, നമ്മുടെ ദാസന്മാരാണിവർ, നമ്മളെ ഭരിക്കാനുള്ളവരല്ല. നാം നമ്മുടെ സമയക്കുറവ് കാരണം നമ്മൾ ശമ്പളത്തിന് വെച്ചിരിക്കുന്ന ഇവിടുത്തെ നമ്മുടെ പണിക്കാരാണ് പഞ്ചായത്ത് മെമ്പർ തുടങ്ങി പ്രധാനമന്ത്രി വരെ, അതുപോലെ തന്നെ വില്ലേജ് അസിസ്റ്റൻ്റ് എക്സ്റ്റൻഷൻ ഓഫീസർ തുടങ്ങി ഇന്ത്യൻ പ്രസിഡന്റ് വരെ. ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാണ് രാജാവ്. അല്ലാതെ നമ്മുടെ നികുതിപ്പണം കൊണ്ടല്ല ഇവൻ നമ്മളെ ചൂഷണം ചെയ്യേണ്ടത്. റിസോഴ്സസ് പ്ലാനിങ് അറിഞ്ഞുകൂടാത്ത വിഡ്ഢികളെ ഭരണം ഏൽപ്പിച്ചതെന്നാണ് ജനങ്ങൾ ചെയ്ത വിഡ്ഢിത്തം. ഇനിയെങ്കിലും പാർട്ടിക്ക് അതീതമായിട്ട് രാഷ്ട്രത്തിനും രാജ്യത്തിനും വേണ്ടി നിലകൊള്ളുന്നവരെ ഭരണത്തിലേക്ക് കൊണ്ടുവരിക. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 39 നാളിതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അങ്ങനെ ഒരു ആർട്ടിക്കിൾ നടപ്പിലാക്കിയാൽ ഇവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവനുണ്ടാവില്ല, ഒരു അദാനി ഉണ്ടാവില്ല, ഒരു റിലയൻസ് ഉണ്ടാവില്ല. കാര്യം സ്വത്ത് എല്ലാവർക്കും തുല്യമായിട്ട് പങ്കിട്ട് കഴിയുമ്പോൾ ഇവിടെ ദാരിദ്ര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 47 ഫെഡറൽ സംവിധാനം അനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ ജോലി ഉത്തരവാദിത്തമാണ് ആളുകളുടെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത്. അതിന് പകരം വിദേശികൾ പറയുന്ന അനാരോഗ്യ ബില്ല്, അലോപ്പതിക്ക് മാത്രമായിട്ട് ചികിത്സയെ സംരക്ഷണം ചെയ്യുന്ന ഒരു ബില്ല് വന്നിട്ടുണ്ട്. ഇതൊന്നും സാധാരണക്കാർക്ക് ജനങ്ങൾക്ക് അറിയില്ല. ഇതിനെയൊക്കെ പൊളിച്ചെഴുതണമെങ്കിൽ ജനങ്ങൾ മുന്നിട്ടിറങ്ങണം. ജനങ്ങളാണ് ഇതിൻ്റെയൊക്കെ അന്തിമ വിധി എഴുതേണ്ടത്. ഓം ജയ് മഹാഭാരത്.